അപ്പോൾ നമ്മൾ ഇഹലോകത്ത് നിന്ന് പോവുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരാശങ്ക എന്താണ്? എന്താണ് നമ്മുടെ മനസ്സിലെ ആശങ്ക? നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇവരൊക്കെ എന്താവുന്നല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. പക്ഷെ നമ്മൾ ആരെങ്കിലും നമ്മൾ പോകുന്നതിലൂടെ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഈ മതത്തിന്, ഈ ദീനിന്, അതിൻ്റെ പിന്തുടർച്ചക്കോ അതിൻ്റെ ഭാവിക്കോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന ഒരാശങ്ക പലപ്പോഴും നമുക്കുണ്ടാകുന്നുണ്ടോ എന്നത് ഗൗരവമാണ്. നമുക്കറിയാം, പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹം വാർദ്ധക്യത്തിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് അതിൻ്റെ സായാഹ്നത്തിലെത്തി ഒരു വാർദ്ധക്യത്തിലൂടെ അവശത അനുഭവിച്ച് ഏകദേശം മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അത് അദ്ദേഹം പറയുന്നില്ല, റബ്ബി ഇന്നി വഹനൽ ആലുമുമിന്നി വഷ്ത അലർ സുഷൈബ, റബ്ബെ എൻ്റെ എല്ലുകൾ ശോഷിച്ചു, എൻ്റെ തല നിരകൊണ്ട് കത്താൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു മുടി പോലും നിരക്കാൻ ബാക്കില്ല, എല്ലുകളൊക്കെ ആകെ നുരുമ്പി പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്തു ചെയ്യണം? വഹബുലി മില്ലതുങ്ക വലിയാണ്, എനിക്കൊരു അനന്തരാവകാശിയെ തരണം, എനിക്കൊരു രക്ഷാധികാരിയെ തരണം. ഇത് എപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്? മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, താൻ മരണപ്പെട്ടു പോയാൽ താൻ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ദീൻ, അത് സംരക്ഷിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അതിന് പ്രബോധനം ചെയ്യാനും പറ്റുന്ന ആളുകളില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്തെ ആശങ്ക. അതുകൊണ്ട് എരിസുനി വൈരസുമിനാലി യാക്കൂബ്, എന്നെയും യാക്കൂബ് കുടുംബത്തെയൊക്കെ അനന്തരെടുക്കാൻ പറ്റിയ ഒരു കുട്ടിനെ എനിക്ക് നീ തരണം. വജ അൽഹു റബ്ബി റളിയ, അള്ളാഹു നീ അവന് തൃപ്തി കൊടുക്കണം, നീ തൃപ്തിപ്പെടുന്ന നല്ലൊരു സന്താനത്തെയാണ് നീ എനിക്ക് തരേണ്ടത് എന്നെന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.